PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം പരിഷ്കരിച്ചു. അംഗങ്ങൾക്ക് ജില്ലാ ജഡ്ജിമാരുടെ സെലക്ഷൻ ഗ്രേഡിലെ പരമാവധി തുക ലഭിക്കും. മന്ത്രിസഭായോഗം ശമ്പള വർധനയ്ക്ക് അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത്, തൊഴിലാളി വർഗ പാർട്ടിയാണ് നമുക്ക് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. തൊഴിലാളികൾ പലപ്പോഴും ശമ്പളത്തിനും ചെറിയ ആനുകൂല്യങ്ങൾക്കും വേണ്ടി സമരം ഇപ്പോഴും തുടരുന്ന ഒരവസ്ഥ നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ PSC അംഗങ്ങൾക്ക് ശമ്പള വർധനയ്ക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, വലിയ ശമ്പള വർധന തന്നെ PSC ചെയർമാനും അംഗങ്ങൾക്കും മന്ത്രിസഭ അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും ഇടയിൽ പണമായി കയ്യിൽ ചെയർമാനും അംഗങ്ങൾക്കും കിട്ടുമായിരുന്നു. അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുള്ള ഒരു ശമ്പള പ്രപ്പോസൽ ആണ് സർക്കാരിൻ്റെ മുന്നിലേക്ക് വന്നത്. അതായത് ഏകദേശം 3.5 ലക്ഷം രൂപയിലധികം ശമ്പളമായി കൈ കിട്ടുന്ന രീതിയിലുള്ള ഒരു വർധന നിർദ്ദേശമാണ് മുഖ്യമന്ത്രിക്ക് മുൻപാകെ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പാണ് PSC. അതുകൊണ്ട് തന്നെ വിശദമായ ഈ പേ സ്കെയിൽ സംബന്ധിച്ച വിവരങ്ങൾ വന്നിട്ടില്ല. ഏതായാലും വലിയ വർധന തന്നെയാണ്. നേരത്തെ PSC ചെയർമാൻ്റെ കാര്യം എടുത്താൽ അടിസ്ഥാന ശമ്പളം തന്നെ 76,000 രൂപ ഉണ്ടായിരുന്നു. അംഗങ്ങൾക്ക് 70,000 രൂപ ഉണ്ടായിരുന്നു. ഇവരുടെ DA ആണെങ്കിൽ 223%. അപ്പോൾ അങ്ങനെ, അതായത് അടിസ്ഥാന ശമ്പളത്തെക്കാളും ഉയർന്ന DA ഒക്കെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് 2.5 ലക്ഷം രൂപയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഏകദേശം 4 ലക്ഷത്തിനും 3.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും അടുത്തുള്ള ശമ്പളത്തിലേക്ക് PSC ചെയർമാൻ്റെ അംഗങ്ങളുടെയും ശമ്പളം മാറുകയാണ്. ഒപ്പം ഇവരുടെ ആനുകൂല്യങ്ങൾ, ഇവർക്ക് കാർ നൽകും, അല്ലെങ്കിൽ കാർ വാങ്ങാൻ വായ്പ നൽകും, വീട് നൽകും, അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. ഏതായാലും പുതിയ പേ സ്കെയിൽ സംബന്ധിച്ച വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടില്ല. ഇവരുടെ പ്രപ്പോസൽ, അതായത് ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന പ്രപ്പോസലിന് അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന നിർദ്ദേശത്തിനാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്.